അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 31ാമത്തെ ഭാഗമാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. നിസ്കാരത്തിന്റെ ഫർളിൽപ്പെട്ട 6ാമത്തെ ഫർളായ ഇഅ്തിദാല് ആണ് 30-31 ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. ഇഅ്തിദാലിൽ നിർബന്ധമായ കാര്യങ്ങളാണ് നേരത്തെ നാം ചർച്ച ചെയ്തത്. ഇനി ഇഅ്തിദാലിൽ സുന്നത്തായ ചില കാര്യങ്ങളുണ്ട്. തനിച്ച് നിസ്കരിക്കുന്നവനും അതുപോലെ നിബന്ധനകളൊത്ത ജനങ്ങളുടെ ഇമാമിനും ആണ് സുന്നത്തുള്ളത്. നിബന്ധനകളൊത്ത ഇമാമ് എന്ന് പറഞ്ഞാൽ അത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ക്ലിപ്തമായ ജനങ്ങളായിരിക്കണം 1. 2, പള്ളി വയറു മത്രൂക്കാവണം. മത്രൂക്കായ പള്ളി ആവാൻ പാടില്ല. 3, ജനങ്ങളെ വാക്കാൽ സമ്മതം കിട്ടണം. നിസ്കാരം ദീർഘിപ്പിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് നാം മൗനം സമ്മതം കണക്കാക്കിയാൽ പോരാ, വാക്കാൽ സമ്മതം കിട്ടണം. 4, അടിമകളോ വിവാഹിതരായ സ്ത്രീകളോ ജോലി ചെയ്യുന്ന ജോലിക്ക് വേണ്ടി വന്നവരോ നിസ്കരിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഈ നിബന്ധനകളൊക്കെ ഒത്ത ക്ലിപ്തമായ ജനങ്ങളുടെ ഇമാമിനും തനിച്ച് നിസ്കരിക്കുന്നവനുമാണ് ഇനി പറയുന്ന കാര്യങ്ങൾ സുന്നത്തുള്ളത്. അപ്പോൾ ഇഅ്തിദാലിൽ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്നതിന് ശേഷം, ഇഅ്തിദാൽ ചെയ്തതിന് ശേഷമായി ഇഅ്തിദാലിലായി അവൻ പറയണം റബ്ബനാ ലക്കൽ ഹംദു കഴിഞ്ഞതിന് ശേഷം, റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ് കഴിഞ്ഞതിന് ശേഷം ഈ 2 വിഭാഗത്തിന് സുന്നത്തുണ്ട്. 1, ഈ പറയപ്പെട്ട ഇമാമ്. 2, തനിച്ച് നിസ്കരിക്കുന്നവൻ, ഒറ്റയ്ക്ക് നിസ്കരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പള്ളികളിലെ ഇമാമിന് ഇത് സുന്നത്തില്ല. അഥവാ ഇമാം ഇങ്ങനെ ചൊല്ലിയാൽ ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നതുമാണ്. അഹ്ലസനായി വൽ മജ്ദി അഹഖു മാ ഖാലൽ അബ്ദു വകുല്ലുനാ ലക അബ്ദുൻ ലാ മാനിയ ലിമാ അതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഇത് പറയൽ സുന്നത്തുണ്ട്. റബ്ബനാ ലക്കൽ ഹംദു ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ലാ മാനിയ അഹ്ലസനായി വൽ മജ്ദി. അഹ്ലസനായി എന്ന് പറഞ്ഞാൽ യാ അഹ്ലസനായി സ്തുതിക്ക് ബന്ധപ്പെട്ട അല്ലാഹുവേ, വൽ മജ്ദി മഹത്വത്തിനും ബന്ധപ്പെട്ടതായ അർഹനായ അല്ലാഹുവേ, അഹഖു മാ ഖാലൽ അബ്ദു അടിമ പറഞ്ഞതിൽ നിന്ന് ഏറ്റവും സത്യമായത്, വകുല്ലുനാ ലക അബ്ദുൻ ഞങ്ങളെല്ലാം നിന്റെ അടിമകളാണ്. അടിമ പറഞ്ഞതിൽ നിന്ന് ഏറ്റവും വാസ്തവമായത് ലാ മാനിഅ ലിമാ അതൈത നീ നൽകിയതിനെ ഒരാൾക്കും തടയാൻ സാധ്യമല്ല. വലാ മുഅതിയ ലിമാ മനഅത നീ തടഞ്ഞതിനെ ഒരാൾക്കും കൊടുക്കുവാനും സാധ്യമല്ല. വലാ യൻഫഉൽ ജദ്ദ് ഐശ്വര്യമുടയവന്റെ ഐശ്വര്യം നിന്റെ അരിക ഉപകാരപ്പെടുകയില്ല. വലാ യൻഫഉ ഉപകാരപ്പെടുകയില്ല. വൽ ജദ്ദ് ഐശ്വര്യമുടയവൻ, അല്ലെങ്കിൽ അവിൽ ജാഹി സ്ഥാനമുടയവൻ, അവിൽ നസബി അല്ലെങ്കിൽ തറവാടിത്വമുടയവൻ, മിങ്ക എന്ന് പറഞ്ഞ ഇന്ദക്ക എന്നാണ് അർത്ഥം, നിന്റെ അരികെ അതൊന്നും ഉപകാരപ്പെടുകയില്ല. അൽ ജദ്ദ് അവന്റെ ആ സ്ഥാനങ്ങളും ഒന്നും നിന്റെ അരികെ ഉപകാരപ്പെടുകയില്ല. പിന്നെ നിന്റെ അരികെ ഉപകാരപ്പെടുന്നത് തഖ്വയും അമലും മാത്രമാണ്. ഇത് പറയൽ സുന്നത്തുണ്ട്.
വയസ്സന്നു ഇതേ പ്രകാരം സുന്നത്താണ് ഈ ദിക്ർ ഇത്തിദാലിൽ ചൊല്ലേണ്ടുന്ന റബ്ബനാ ലക്കൽ ഹംദു കഴിഞ്ഞതിനു ശേഷം സുബഹി നിസ്കാരത്തിൽ മാത്രം രണ്ടാമത്തെ റക്അത്തിലെ ഇത്തിദാലിലാണ് സുന്നത്തുള്ളത്. ഇത്തിദാലിലെ ദിക്ർ റബ്ബനാ ലക്കൽ ഹംദു മുഴുവനും ചൊല്ലിയതിനു ശേഷം ഖുനൂത്ത് ഓതൽ സുന്നത്തുണ്ട്. സുബഹിയുടെ രണ്ടാമത്തെ റക്അത്തിൽ ശാഫിഈ മദ്ഹബ് ആണ് പറയുന്നത്. സഹീഹായ ഹദീസിന് വേണ്ടി എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഏതാണ് ഹദീസ്? അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസ്. മാ സാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്നുതു ഫിൽ ഫജ്രി ഹത്താ ഫാറഖ ദുനിയാ. മാ സാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യഖ്നുതു ഫിൽ ഫജ്രി സുബ്ഹ് നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നവരായിരുന്നു. ഹത്താ ഫാറഖ ദുനിയാ ഈ ദുനിയാവിനോട് വിട്ടുപിരിയുന്നത് വരെ, മരിക്കുന്നത് വരെ സുബ്ഹിൽ ഖുനൂത്ത് ഓതിയിരുന്നു എന്ന സ്വഹീഹ ഹദീസിന് വേണ്ടി. എന്താണ് വനഖറൽ ബൈഹഖി വൽ അമല ബിമുഖ്തലാഹു ഈ ഹദീസ് അനുസരിച്ച് 4 ഖലീഫമാരും അമൽ ചെയ്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്തു. വസഹ മിൻ അക്സരി തുറുഖി അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം അധികരിച്ച വഴികളിലൂടെ വന്നിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നാസിലത്തിന്റെ ഖുനൂത്ത് ഓതിയപ്പോൾ റുകൂഇന് ശേഷമാണ് ഓതിയത് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഖിയാസാക്കി അതിന്റെ മേലെ സുബഹിന്റെ ഖുനൂത്ത് അതും റുകൂഇന്റെ ശേഷമാണ് ഓതേണ്ടത് ശാഫിഈ മദ്ഹബിൽ. മാത്രമല്ല വജാഅ ബിസനദിൻ ഹസനിൻ തുഹ്ഫ ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ് വജാഅ ബിഹസനിൻ ബിസനദിൻ ഹസനിൻ ഹസനായ സനദിൽ വന്നിട്ടുണ്ട് അന്ന അബൂബക്കർ വ ഉമർ ഉമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂബക്കറിൻ വ ഉമർ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹു വ ഉസ്മാൻ ഉമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹും കാനു യഫഅലൂനഹു അവരൊക്കെ ഖുനൂത്ത് ഓതിയിരുന്നത് ബഅദ റുകൂഇന്റെ ശേഷമായിരുന്നു. ഈ പറഞ്ഞതൊക്കെ ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫ ഭാഗം 2 69 പേജിൽ വിവരിച്ചു. ഏതാണ് ഖുനൂത്ത്? നമുക്കൊക്കെ അറിയാം. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീമൻ അഫൈത് തവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലീ ഫീമാ അഅതൈത് وقني شر ما قضيت فإنك تقضي ولا يقضى عليك ولا يذل من واليت تباركت ربنا وتعاليت ഇതാണ് ഖുനൂത്ത്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇഹ്ദിനി എന്നെ നീ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്ത്, ഫീമൻ ഹദൈത് നീ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തിയവരോട് കൂടെ, വഅഫിനി എന്നെ നീ സുഖമാക്ക്, ഫീമൻ അഫൈത് നീ ആഫിയത്ത് നൽകിയവരോട് കൂടെ, വതവല്ലനി എന്റെ രക്ഷാകർതൃത്വം നീ ഏറ്റെടുത്ത്, ഫീമൻ തവല്ലൈത് നീ ഏറ്റെടുത്തവരോട് കൂടെ, വബാരിക് ലി എനിക്ക് നീ ബറക്കത്ത് നൽകു, ഫീമാ അഅതൈത് എനിക്ക് നീ നൽകിയതിൽ, വഖിനി എന്നെ തൊട്ട് നീ കാക്ക്, ശർറ മാ ഖളൈത് നീ വിധിച്ചതിലുള്ള ശർറിനെ, ഫഇന്നക തഖ്ലി നീയാണ് വിധിക്കുന്നവൻ, വലാ യുഖ്ലാ അലൈക് നിന്റെ മേലിൽ ആരും വിധിക്കുകയില്ല, വലാ യദില്ലു മൻ വാലൈത് നീ ഏറ്റെടുത്തവൻ നീ ഉടമയാക്കിയവൻ ഒരിക്കലും നിന്ദ്യനാവുകയില്ല. തബാരക്ത നീ ഖൈറും ബറക്കത്തും അധികരിച്ചവനാണ്, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, വതആലൈത് നീ മേലെയായവനുമാണ്. ഇതാണ് ഖുനൂത്തിന്റെ അർത്ഥം. ഇമാമ നിൽക്കുന്ന ആളാണെങ്കിൽ, ഇമാമാണെങ്കിൽ ഈ ഖുനൂത്ത് ജമ്മിന്റെ ലഫ്ള് കൊണ്ടാണ് ഓതേണ്ടത്. അപ്പൊ അല്ലാഹുമ്മ ഹ്ദിനി എന്നത് അല്ലാഹുമ്മ ഹ്ദിന, വഅഫിനി എന്നുള്ളവർക്ക് ആഫിന, തവല്ലനി വതവല്ലന, വബാരിക് ലി വബാരിക് ലന, വഖിനി വഖിന ഇങ്ങനെയാണ് ജമ്മാക്കിയിട്ടാണ് പറയേണ്ടത്. ഫഇന്നക തഖ്ലി വലാ യുഖ്ലാ അലൈക് പിന്നെ അവസാനം വരെ അങ്ങനെ.
ജമ്മിന്റെ ലഫ്ള് കൊണ്ട് പറയണം. ഇത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് മുഫ്രദിന്റെ ഏകവചനത്തിന്റെ ലഫ്ള് കൊണ്ട് വന്ന പ്രാർത്ഥന ഒഴികെ മറ്റു പ്രാർത്ഥനകളൊക്കെ അങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന്. നമസ്കാരത്തിൽ ഇമാം നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്വന്തമായിട്ടൊരു പ്രാർത്ഥന ഉണ്ടാക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജമ്മിന്റെ പദം കൊണ്ട് പ്രാർത്ഥിക്കണം. കാരണം ഒരു ജനതയ്ക്ക് ഇമാം നിന്നുകൊണ്ട് അവൻ ആ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ സ്വന്തമായി പ്രാർത്ഥിച്ചാൽ അവനെ വഞ്ചിച്ചവനായി എന്ന ഹദീസിൽ വന്ന ആ ഹദീസിന് വേണ്ടിയാണ് അങ്ങനെ പറയാൻ കാരണം. ഈ ഹദീസിൽ വന്ന പ്രാർത്ഥനയാണെങ്കിൽ എങ്ങനെയാണോ പ്രാർത്ഥനയുള്ളത് അതിന്റെ വാചകത്തിനോട് പിന്തുടരുകയാണ് വേണ്ടത്. ജമ്മിന്റെ വാചകമാണെങ്കിൽ ജമ്മായിട്ട് പ്രാർത്ഥിക്കണം, ഏകവചനമാണെങ്കിൽ അതിനോട് തുടർന്നുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഖുനൂത്തിന്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കുടുംബത്തിന്റെയും മേലുള്ള സ്വലാത്ത്, അതുപോലെ സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചൊല്ലൽ സുന്നത്തുണ്ട്. അതേപ്രകാരം രണ്ട് കൈകളെ രണ്ട് ചുമലിന്റെ നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഖുനൂത്ത് ഓതുക, അത് സുന്നത്താണ്. ഉറക്കെ ഓതുന്ന നമസ്കാരത്തിലാണെങ്കിലും പതുക്കെ ഓതുന്ന നമസ്കാരത്തിലാണെങ്കിലും ഒക്കെ ഖുനൂത്ത് ഉറക്കെയാണ് ഓതേണ്ടത്. ഖുനൂത്ത് സുബഹിയിൽ മാത്രമല്ല, നാസിലത്തിന്റെ ഖുനൂത്തിന്റെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ഖുനൂത്ത് ഓതും. അത് ചിലപ്പോൾ ളുഹറിലും അസറിലും ഒക്കെ ഉണ്ടാകും. ഖുനൂത്ത് ഉറക്കെയാണ് ഓതേണ്ടത്. ഇമാമിന്റെ ഖുനൂത്ത് കേൾക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി മൗമൂം ആമീൻ പറയണം. സ്വലാത്തടക്കം പ്രാർത്ഥനയിൽപ്പെട്ടതാണ്. പ്രാർത്ഥന ഇല്ലാത്തത് ഫൈന്നക തഖ്ലീം മുതൽ ആണ്. ഫൈന്നക തഖ്ലീം മുതൽ അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്നതുവരെയാണ്. അവിടെ പതുക്കെ ഇമാമിന്റെ കൂടെ ചൊല്ലുകയാണ് വേണ്ടത്. ഇനി ഇമാമിന്റെ ഖുനൂത്ത് കേൾക്കാത്ത മൗമൂമും തനിച്ചു നിസ്കരിക്കുന്നതായ ആളും ഖുനൂത്ത് ഓതണം, അതവർക്ക് സുന്നത്താണ്. ഖുനൂത്തിന്റെ സമയത്ത് എന്തെങ്കിലും ബലാഇനെ ഉയർത്താൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ കൈ നാം കമിഴ്ത്തി അഥവാ ആ കൈയിന്റെ ഉൾഭാഗം മേൽപോട്ട് ഭൂമിന്റെ താഴ്ഭാഗത്തേക്കാക്കി അതിന്റെ പുറഭാഗം മേലോട്ടാക്കിയാണ് പിടിക്കേണ്ടത്. എന്തെങ്കിലും കാര്യങ്ങൾ കരസ്ഥമാവുന്നതിന് വേണ്ടി സാധാരണ നിലക്കുള്ള ഖുനൂത്തൊക്കെയാണെങ്കിൽ നാം സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ കൈപിടിക്കുന്നത് പോലെ തന്നെയാണ് പിടിക്കേണ്ടത്. ഒരു വിപത്ത് കാരണമുള്ള ഖുനൂത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ തന്നെയാണ് നാം ചെയ്യേണ്ടത്. ഇവിടെ ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അടുത്ത ഭാഗം 32ാമത്തെ ഭാഗം ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങളിലേക്ക് എത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കട്ടെ. ഈ പറഞ്ഞതെല്ലാം മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ലൈക്ക് നൽകണം, ഇത് കേൾക്കുന്നവരൊക്കെയും എന്ന് ഉണർത്തി നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.